റഷ്യ യുക്രൈൻ യുദ്ധം ഉൾപ്പെടെയുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ നൂതന നയതന്ത്ര പങ്കാളിത്തം ആവശ്യമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഖത്തറിൽ നടക്കുന്ന ദോഹ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 22ാമത് ദോഹ ഫോറത്തിന്റെ ഉദ്ഘാടന സെഷനിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. മേഖലയിലെയും അന്താരാഷ്ട്ര തലത്തിലെയും പ്രശ്നങ്ങൾക്ക് കൂട്ടായ ശ്രമങ്ങളിലൂടെയാണ് പരിഹാരം കാണേണ്ടതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനിക്കൊപ്പം പങ്കെടുത്ത സെഷനിൽ ഇന്ത്യയുടെ വിവിധ നയതന്ത്ര ദൗത്യങ്ങൾ സംബന്ധിച്ചും എസ് ജയശങ്കർ വിശദീകരിച്ചു. ഗൾഫിലെയും മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിലെയും സംഘർഷം ഇന്ത്യയെ അടക്കം ബാധിച്ചിട്ടുണ്ട്. ചെങ്കടൽ മേഖലയിലെ സ്ഥിതിഗതികൾ സങ്കീർണമായത് കപ്പൽ ഗതാഗതത്തിന് തടസ്സമുണ്ടാക്കി. എണ്ണ, വളം തുടങ്ങിയവയുടെ വിലവർദ്ധനവിനും ഇത് വഴിവെച്ചു. ഇന്ന് പ്രശ്നപരിഹാരത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും പങ്കുണ്ട്. നേരത്തെ മധ്യസ്ഥ ചുമതല UN-നും ചില പാശ്ചാത്യ ശക്തികൾക്കും മാത്രമായിരുന്നു. Today, instability anywhere actually is a source of concern. There's no region you can say that's far away and it doesn't matter to me anymore. And by the way, this region is not so far away. And our interests are there, as I spelled out. ബ്രിക്സ് രാജ്യങ്ങളുടെ കറൻസി നിർദ്ദേശത്തിനെതിരായ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തിന് പിന്നിലെ പ്രേരണ എന്താണെന്ന് അറിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഡോളറിനെ ദുർബലപ്പെടുത്തുന്നതിനെ ഇന്ത്യ അംഗീകരിക്കില്ല. ഇപ്പോൾ ബ്രിക്സ് കറൻസി വേണമെന്ന നിർദ്ദേശമില്ലെന്നും എസ് ജയശങ്കർ വിശദീകരിച്ചു. ഫൈസൽ ഹംസ, മീഡിയ 1, ദോഹ.